ഏതായാലും മറുഭാഗത്ത് ഇനി എത്രത്തോളം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് നിഗമനം. പ്രത്യേകിച്ച് റിസോർട്ടുകളിലേക്കൊക്കെ പലരും ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാകാമല്ലോ. പുലർച്ചെയായിരുന്നു എങ്കിൽ പോലും പലരും ഈ മണ്ണിനിടയിലൊക്കെ പെട്ടവരെ ചിലരെയൊക്കെ രക്ഷിക്കാനായിട്ടുണ്ട്. കുറച്ചുപേരെ ആശുപത്രിയിലേക്ക് മാറ്റാനുമായിട്ടുണ്ടെങ്കിലും അപ്പുറത്ത് എത്ര പേർ ഉണ്ടാകും എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? രാത്രി റവന്യൂ വകുപ്പ് ഇതിൻ്റെ കണക്കുകളൊക്കെ തന്നെ ശേഖരിച്ച് കാണുമല്ലോ. ഇതിൻ്റെ കൃത്യമായ ഒരു കണക്ക് ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. മന്ത്രിമാരോടൊക്കെ സംസാരിക്കുമ്പോഴും ഒരു ഏകദേശ കണക്കും ഊഹാപോഹങ്ങളും എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ കണക്കില്ല എന്നല്ല. പക്ഷേ ആ കൃത്യമായ കണക്കിലേക്ക് എത്തിപ്പെടുന്നതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം വീടുകളിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളതിലേക്ക് ഒരു സംശയമുണ്ട്. ആരൊക്കെ എവിടെയൊക്കെ പെട്ടുപോയി എന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കൃത്യമായ ഒരു കണക്കിലേക്ക് നമുക്കിപ്പോഴും ലഭ്യമായിട്ടില്ല. പക്ഷേ ഇന്നലെ മന്ത്രിമാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർ ഔദ്യോഗികമായി അവരുടെ പ്രതികരണവും വിശദീകരണവും ഒക്കെ നൽകി. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ ക്യാമറയിൽ നിന്ന് മാറി വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ ചില മന്ത്രിമാരെങ്കിലും പറഞ്ഞത് മരണസംഖ്യ ഒരുപക്ഷെ 200 കടക്കുമെന്നുള്ളതാണ്. ആ 200 കടക്കുമെന്നവർ പറയുന്നത് അത് ഈ പ്രാദേശികമായി ലഭിക്കുന്ന ചില വിവരങ്ങളുടെയും കണക്കുകൂട്ടലുടെയും അടിസ്ഥാനത്തിലാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഔദ്യോഗിക സംവിധാനം നൽകുന്ന കണക്കുകൾക്ക് അപ്പുറത്തേക്ക് സ്വാഭാവികമായും ചില വേരിയേഷൻസ് ഉണ്ടാവും. അങ്ങനെ കണക്കുകൂട്ടി ചില മന്ത്രിമാർ പറഞ്ഞത് വ്യക്തിപരമായി എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞ മന്ത്രിമാർ പറഞ്ഞത് ഒരുപക്ഷെ ൊക്കെയുള്ള നിരവധി പേരെ കാണാതായെന്ന് അവരുടെ ബന്ധുക്കൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ആ പ്രദേശമാകെ ഏതാണ്ട് കുത്തിയൊലിച്ചില്ലാതായിരിക്കുന്നു. ഈ മണ്ണിനടിയിൽ പുതഞ്ഞു പോയവരെ രക്ഷിക്കുക എന്നതിനായിരിക്കും മറ്റൊരു പരിഗണന എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ JCBകളൊക്കെ ഹിറ്റാച്ചികളൊക്കെ എത്തിക്കുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട്ടിൽ എവിടെയൊക്കെ JCBകളുണ്ടോ അവിടെയൊക്കെ എത്തിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് MVD എന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ആ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം എങ്ങനെയായിരിക്കും? ശരി, ചൂരൽമലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ ബെയിലി പാലം നിർമ്മിക്കാനുള്ള സാമഗ്രികളുമായി, അതായത് ചൂരൽമലയിൽ നിന്നും മുണ്ടക്കയിലേക്ക് പോകുന്നതിന് വേണ്ടി താൽക്കാലിക പാലം നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് സൈന്യം. ബെയിലി പാലം നിർമ്മിക്കാനുള്ള സാമഗ്രികളാണ് ഇപ്പോൾ ചൂരൽമലയിലേക്ക് വലിയ ലോറിയിൽ എത്തിച്ചിരിക്കുന്നത്. അലമീൻ, ഞാൻ ചോദിച്ചത് മണ്ണിൽ പൊതിഞ്ഞു കിടക്കുന്നവരെ അല്ലെങ്കിൽ മണ്ണിനടിയിൽ പെട്ടുപോയവരെ രക്ഷിക്കുക എന്നതും മറ്റൊരു പ്രഥമ പരിഗണന നൽകേണ്ടുന്ന വിഷയമാണ്. കൂടുതൽ JCBകൾ അവിടേക്ക് എത്തിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മൾ കഴിഞ്ഞ ദുരന്ത സമയത്തൊക്കെ കണ്ടതാണ്. ജില്ലയിലും ജില്ലയ്ക്ക് പുറത്തുമുള്ള JCBകൾ പിടിച്ചെടുത്ത് പോലും MVD അവിടേക്ക് എത്തിക്കുന്നത് കണ്ടിരുന്നു. അപ്പോൾ ഈ മണ്ണ് നീക്കുന്ന പ്രക്രിയ എങ്ങനെയായിരിക്കും? ഏത് മേഖല കേന്ദ്രീകരിച്ചായിരിക്കും അത്തരം പ്രവൃത്തികൾ നടക്കുക? മുണ്ടക്കൈ ഭാഗത്ത് തന്നെയായിരിക്കും അത് കൂടുതൽ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. കാരണം ആ പ്രദേശത്താണ് നിരവധി പേരെ ഇപ്പോഴും ഒരു വിവരവുമില്ലാതെ കിടക്കുന്നത്. പല കെട്ടിടങ്ങളും പല വീടുകളും തകർന്നടിഞ്ഞു മണ്ണിനടിയിലേക്ക് പോയിട്ടുണ്ട്. അവിടെയൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു. അവരെയൊക്കെ രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായും ഇവിടെ നിന്ന് അങ്ങോട്ട് NDRF ഇപ്പോൾ ആർമി സംഘം സൈന്യം കൊണ്ടുവന്ന ബെയിലി പാലത്തിനുള്ള ഉപകരണങ്ങൾ അത് ആ പുഴയുടെ കരയിലേക്ക് എത്തിക്കുകയാണ്. അവിടെ നിന്ന് വേണം അവർക്കത് നിർമ്മിക്കുന്നതിന്. അപ്പോൾ അവിടെ ഇറക്കുന്നതിന് സൗകര്യപൂർവ്വം ആ വാഹനം അങ്ങോട്ട് അടുപ്പിക്കുകയാണ്. ഇത് മാത്രമല്ല NDRF സംഘവും അല്പസമയത്തിനകം അവരും പുഴ കിടക്കും. അതിന് അവരുടെയും ചില ഉപകരണങ്ങൾ, ചില സാമഗ്രികൾ വരേണ്ടതുണ്ട്. കാരണം അവിടെ പോയി കഴിഞ്ഞാലും, അവിടേക്ക് മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാലും അവർക്ക് രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട, എന്ന് മാത്രമല്ല ഈ പുഴ ഇങ്ങനെ വലിയ കുത്തൊഴുക്കില്ലെങ്കിൽ പോലും അവിടെയും ചില പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ചില സംഗതികൾ അവിടെയും സജ്ജീകരിക്കേണ്ടതുണ്ട്. അത്തരം ആ സംവിധാനങ്ങളൊരു ലോഡ് വരാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ അവരും നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. നിരവധി ഹിറ്റാച്ചികൾ, നിരവധി JCBകൾ, അത് അത്യന്താധുനിക സംവിധാനങ്ങളുള്ള സൗകര്യങ്ങളുള്ള JCBകളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. അത് ഇന്നലെ രാത്രി തന്നെ പലതും എത്തിച്ചിരുന്നു. ഇന്ന് നിരവധി എണ്ണം ഇതിനോടകം തന്നെ എത്തിക്കുകയും ചെയ്തിരുന്നു. അവിടെയൊക്കെ അതൊക്കെ അങ്ങോട്ട് കടത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് ഏറെ പ്രധാനം, ഏറെ നിർണായകം. നമുക്കിപ്പോൾ ആ പുഴയിൽ നിന്നുള്ള ഒരു ദൃശ്യം കൂടി, അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് കൂടി നമുക്കൊന്ന് പോകാം. ഇപ്പോൾ പുഴയുടെ മറുകരയിലേക്ക് ചില ആളുകളേക്ക് നമുക്ക് കാണുകയും ചെയ്യാം. അത് റെസ്ക്യൂ ഓപ്പറേഷന് തയ്യാറായി വന്നിട്ടുള്ള ചില ആളുകളാണ്. നമ്മൾക്കിപ്പോൾ ഇവിടേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കാല് പൂർണ്ണമായും പുതഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ്. നമുക്കിപ്പോൾ അത് ദൃശ്യങ്ങളിൽ കാണാം. കാരണം ഞാനിങ്ങോട്ടൊന്ന് ഇറങ്ങിയതാണ്. കാല് പൂർണ്ണമായും പുതഞ്ഞു പോവുകയോ താന്നു പോവുകയോ ചെയ്യുന്ന കാരണം അവിടെ മണ്ണിന്റെ ഒരു ഘടന തന്നെ മാറിയിരിക്കുന്നു. പുഴ വഴിമാറി ഒഴുകിയിരിക്കുന്നു.
ഒരു ഗ്രൗണ്ട്, ആ സ്കൂളിൻ്റെ ഗ്രൗണ്ട് ഒന്നാകെ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയായിരുന്നു ഇന്നലെ. സൂചിപ്പിച്ചതുപോലെ രക്ഷാദൗത്യം ഏറെ ശ്രമകരം തന്നെയായിരിക്കും. താഴേക്കിറങ്ങിയാൽ ചെളിയിൽ പൂണ്ടുപോകുന്ന അവസ്ഥയാണ്. അപ്പോൾ മണ്ണിനടിയിൽ കുടുങ്ങിയവരെ രക്ഷിക്കുന്നതിന് JCBകൾ, ഹിറ്റാച്ചികളൊക്കെ ഉപയോഗിച്ച് ഉള്ള മണ്ണ് നീക്കമാണ് സാധ്യമാവുക. എങ്കിലും എത്രത്തോളം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നതിനെക്കുറിച്ചൊരു വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. ചൂരൽമല സ്കൂളിന് സമീപത്തെ പുഴയുടെ ദൃശ്യങ്ങളാണ് കാണുന്നത് പ്രേക്ഷകർ. ഇന്നലെ അത് കുത്തിയൊലിച്ച് രൗദ്രഭാവം പൂണ്ടൊഴുകുന്നതാണ് നമ്മൾ കണ്ടത്. നിരവധി വീടുകളിലേക്ക് വെള്ളം കയറിയിരുന്നു. ചെളിയും മണ്ണും അടിഞ്ഞുകൂടിയിരുന്നു. അവിടെ മുകൾ നിലയിലൊക്കെ പലരും സഹായത്തിനായി അഭ്യർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവരെയൊക്കെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പ്രതീക്ഷ. ചൂരൽമലയിൽ നിന്നും ആ ഭാഗത്തു നിന്നും ഏതാണ്ട് പൂർണ്ണമായും ആളുകളെ രക്ഷിക്കാനായി എന്നാണ് ഇന്നലെ സാനിയോ മനോമി റിപ്പോർട്ട് ചെയ്തിരുന്നത്. നമ്മളിപ്പോൾ